നമ്മുടെയൊക്കെ ഒരു വലിയൊരു കൺഫ്യൂഷനാണ്. താറാമുട്ട കഴിക്കുന്നത് നല്ലതാണെന്ന് കുറേ പേര് പറയും, കുറേ പേര് പറയും കോഴിമുട്ടയാണ് നല്ലത്. എന്താണ് ഇതിന് ശാസ്ത്രീയമായിട്ട് നമുക്കിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക? അല്ലെങ്കിൽ ഒരു പരിധി വരെ പൈൽസുകാരിലൊക്കെ വരുമ്പോഴാണ് കുറേ പേര് പറയും പൈൽസിന് താറാമുട്ട വളരെ നല്ലതാണ്. അതേസമയം ചില പൈൽസുകാർ പറയും എനിക്ക് താറാമുട്ട കഴിക്കുന്നത് പൈൽസ് ഉണ്ടാക്കുന്നു. അങ്ങനെ ആകെ ഒരു കൺഫ്യൂഷനാണുള്ളത് ഏത് കഴിക്കണം എന്നുള്ളതിനെ കുറിച്ച്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു പൈൽസ് രോഗിയാണെങ്കിൽ പൈൽസ് എന്ന് പറയുന്നതിന് 2 തരത്തിലാണ് പൈൽസ് ഉണ്ടാവുക. ഒന്ന് ഇൻഡൈജഷൻ മൂലം, അതായത് കഴിക്കുന്ന ഭക്ഷണം ദഹിക്കുന്നില്ല. ഈ ശോധനയല്ല നമ്മൾ പറയുന്നത്, വയറ്റിൽ നിന്ന് പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചല്ല, കഴിക്കുന്ന ഭക്ഷണത്തെ ദഹിപ്പിക്കുക എന്ന് പറയുന്ന പ്രോസസ്സ്. 2 തരത്തിലാണ് പൈൽസ് ഉണ്ടാവുക. ഒന്ന് കഴിക്കുന്ന ഭക്ഷണം ദഹിക്കാതിരുന്നാലും, മറ്റൊന്ന് അസിഡിറ്റി മൂലവും. ഈ അസിഡിറ്റി മൂലമുള്ള വ്യക്തികളുടെ ശരീരം എന്ന് പറയുന്നത് പൊതുവെ ചൂടായിരിക്കും, ഭയങ്കര ചൂടായിരിക്കും അവർക്ക്. അപ്പോൾ അത്തരക്കാർക്ക് വരുന്ന പൈൽസിന് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് താറാമുട്ടയാണ്. അതേസമയം ഇൻഡൈജഷൻ മൂലമുണ്ടാകുന്ന പൈൽസ്, അതായത് കഴിക്കുന്ന ഭക്ഷണം പ്രോപ്പറായിട്ട് ദഹിക്കാതെ വരുന്ന പൈൽസിന് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് കോഴിമുട്ടയാണ്. എന്തുകൊണ്ടാണ് കുറെ പേർക്കെങ്കിലും കോഴിമുട്ട കഴിക്കുമ്പോൾ പൈൽസിൽ നിന്നും ബ്ലീഡ് ചെയ്യുന്നത്? അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കോഴിമുട്ട ഇറ്റ് സെൽഫ് അത് ചൂടാണ്. കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ചൂട് ജനറേറ്റ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞു പൈൽസ് അസിഡിറ്റി ഉള്ളവർക്ക് വരുന്ന ഒരു പൈൽസ് ഉണ്ട്. അവർ ഓൾറെഡി ശരീരം ചൂടാണ്. അവർക്ക് ഈ വീണ്ടും ചൂട് ദഹിച്ചു കഴിഞ്ഞാൽ ചൂട്, അല്ലാണ്ട് കോഴിമുട്ട തൊട്ട് നോക്കുമ്പോഴത്തെ ചൂടല്ല നമ്മൾ പറയുന്നത്. ദഹിച്ചു കഴിയുമ്പോൾ ചൂട് ജനറേറ്റ് ചെയ്യുന്ന ഈ കോഴിമുട്ടയും കൂടി കഴിക്കുമ്പോൾ അത് ബ്ലീഡിങ്ങിലേക്ക് കാരണമാകുന്നു. അതേസമയം ഇൻഡൈജഷൻ ഉള്ളവർക്ക്, ഇൻഡൈജഷൻ എന്ന് പറഞ്ഞാൽ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കാൻ ബുദ്ധിമുട്ട്. അപ്പോൾ ഏറ്റവും ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളത് താറാമുട്ടയാണ്. ബിക്കോസ് അതിൽ പ്രോട്ടീൻ്റെ അളവ് കൂടുതലാണ്. കാർബോഹൈഡ്രേറ്റ് ഒക്കെ ദഹിപ്പിക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ ഫാറ്റ് കണ്ടന്റ് ഒക്കെയാണ് അതിൽ കൂടുതലുള്ളത്. ഫാറ്റും പ്രോട്ടീനൊക്കെ ദഹിപ്പിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ദഹനശക്തി കുറവുള്ളവർ താറാമുട്ട കഴിച്ചാൽ അത് കോൺസ്റ്റിപ്പേഷനും അത് പൈൽസിന്റെ വർധനവിനും കാരണമായിട്ട് തീരും. അതേസമയം കമ്പാരിറ്റീവ്ലി ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള കോഴിമുട്ട കഴിക്കുകയാണെങ്കിൽ ഇവർക്ക് പൈൽസിന് അധികം ബാധിക്കുന്നില്ല. അപ്പോൾ നമ്മളുടെ ദഹന വ്യവസ്ഥയിൽ ഇപ്പോൾ ബീഫ് കഴിക്കുക അല്ലെങ്കിൽ മാംസം കഴിക്കുമ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുന്നു എന്ന് പറയുന്നവർ ഒരിക്കലും താറാമുട്ട കഴിക്കാതിരിക്കുകയാണെന്നല്ല. അതേസമയം ഹൈപ്പർ അസിഡിറ്റി, ഭയങ്കരമായിട്ടുള്ള അസിഡിറ്റി ഉള്ള ആൾക്കാർ, അതായത് എന്താ പറയുക, കുറച്ച് സമയം ഭക്ഷണം വൈകുമ്പോഴേക്കും തലചുറ്റുന്നവർ, അമിതമായ അല്ലെങ്കിൽ മൈഗ്രെയിൻ വരുന്നവർ, അല്ലെങ്കിൽ ശരീരം ഭയങ്കര ചൂടുള്ളവർ ഒക്കെ, അവർക്കൊക്കെ ഏറ്റവും നന്നാവുക എന്ന് പറയുന്നത് തണുപ്പ് തരുന്ന, ഭക്ഷണത്തിൽ ദഹിച്ചതിന് ശേഷം തണുപ്പ് തരുന്ന താറാമുട്ട കഴിക്കുന്നതാണ്.